ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയും തമ്മിൽ നടന്നതായി പറയപ്പെടുന്ന രഹസ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിചിത്ര വിവരങ്ങൾ പുറത്തുവരുന്നു. പരമോന്നത നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയങ്ങൾക്കിടയിൽ തെഹ്റാനിലെ അതീവ രഹസ്യ കേന്ദ്രത്തിൽ കറുത്ത ഗ്ലാസ് പാകിയ കാറിനുള്ളിൽ ഇരുട്ടിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നതെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളും അതീവ രഹസ്യ സ്വഭാവവും കാരണം ഇരുവർക്കും പരസ്പരം കാണാനോ ഹസ്തദാനം ചെയ്യാനോ സാധിച്ചിരുന്നില്ല. ഇടയ്ക്കിടെയുള്ള രാജ്യഭീഷണികളെ തുടർന്നാണ് പെസഷ്കിയാന് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി ലഭിച്ചത്. എന്നാൽ ഔദ്യോഗിക വസതിക്ക് പകരം ഒരു വാണിജ്യ കാറിന്റെ പിൻസീറ്റിലിരുത്തിയാണ് അദ്ദേഹത്തെ രഹസ്യ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. ചുറ്റും പൂർണ്ണ ഇരുട്ടായതിനാൽ സംസാരിച്ചയാൾ യഥാർത്ഥത്തിൽ പരമോന്നത നേതാവ് തന്നെയാണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് പിന്നീട് പ്രസിഡന്റ് തന്റെ ഓഫീസിനോട് ചോദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മറ്റൊരു മീറ്റിംഗിനുള്ള പ്രസിഡന്റിന്റെ അഭ്യർത്ഥന ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 5 മാസമായി മുജ്തബ ഖമേനി പൊതുവേദികളിലോ ശബ്ദരേഖകളിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ശബ്ദത്തിന്റെ ആവൃത്തിയും പശ്ചാത്തല ശബ്ദങ്ങളും വിശകലനം ചെയ്ത് വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേതാവിന്റെ ആരോഗ്യസ്ഥിതി കണ്ടെത്താൻ സാധിക്കുമെന്ന ഭയത്താലാണ് അദ്ദേഹത്തെ പുറം ലോകത്തിന് മുൻപിൽ കാണിക്കാത്തതെന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടിരിക്കാൻ 90% സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇസ്രയേൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. രാജ്യത്ത് ഭരണരംഗത്ത് വിപ്ലവകാരികളുടെ പൂർണ്ണ നിയന്ത്രണമാണെന്നിരിക്കെ പ്രസിഡന്റും പരമോന്നത നേതാവിന്റെ ഓഫീസും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇറാനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. പരസ്യമായി കാണാനാകാത്ത ഒരു നേതാവിന്റെ കീഴിൽ രാജ്യം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചോദ്യം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പദവി ഒഴിയുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വ്യാജമാണെന്ന് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ഓഫീസ് രംഗത്തെത്തി. രാജ്യത്ത് നിലവിലുള്ള യുദ്ധ സാഹചര്യങ്ങൾക്കും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ പ്രസിഡന്റിന്റെ രാജ്യം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മുതിർന്ന പുരോഹിതനായ മുഹമ്മദ് ബാഖർ ഖരാസി ഉന്നയിച്ച ആരോപണങ്ങളാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ആധാരം. പ്രസിഡന്റ് പെസഷ്കിയാൻ ഇതിനകം 28 തവണ രാജ്യഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും എന്നാൽ ഇനി ഒരു തവണ കൂടി രാജി സമർപ്പിച്ചാൽ അത് അംഗീകരിക്കുമെന്നും പരമോന്നത നേതാവ് മുന്നറിയിപ്പ് നൽകിയെന്നുമായിരുന്നു ഖരാസിയുടെ അവകാശവാദം. എന്നാൽ ഈ പ്രചാരണങ്ങളെല്ലാം അച്ചടി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രസിഡന്റ് നേരിട്ട് ശക്തമായി നിഷേധിക്കുകയുണ്ടായി. താൻ രാജിവെക്കില്ലെന്നും സൈന്യവുമായി പൂർണ്ണ ഏകോപനത്തോടെ മുന്നോട്ടു പോകുമെന്നും പെസഷ്കിയാൻ വ്യക്തമാക്കി. താൻ രാജിവെക്കുകയാണെങ്കിൽ അത് ഔദ്യോഗികമായി പരസ്യപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റിന്റെ ഓഫീസ് കമ്മ്യൂണിക്കേഷൻസ് ഡെപ്യൂട്ടി മെഹദി തബാതാഭായും ഈ ആരോപണങ്ങളെ അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളമെന്ന് വിശേഷിപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുന്ന ഇറാനിൽ ഭരണ നേതൃത്വവും മതപുരോഹിതന്മാരും തമ്മിലുള്ള ഈ പരസ്യമായി പോര് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാണ് നേടുന്നത്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സ്വാധീനിക്കാൻ പോന്ന ഈ സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വഴിത്തിരിവുകളിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്.